Hi viewers, Gopus kitchenilekku എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായല്ലേ ഞാൻ വന്നിട്ട് തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനൊരു പാട്ട്, അതായത് നമ്മുടെ LPR വർമ്മ സംഗീതം പകർന്ന ഒരു പാട്ട്. കാരണം അദ്ദേഹത്തിന്റെ ഓർമ്മദിനമായിരുന്നു കഴിഞ്ഞ 6-ാം തീയതി, ജൂലൈ 6-ാം തീയതി. അപ്പൊ ഞാൻ പാടാൻ പോവാണ്. അക്കരെ പച്ചയിലെ അഞ്ജന ചോലയിലെ ആയിരമിതളുള്ള പൂവേ, ആർക്കു വേണ്ടി വിരിഞ്ഞു നീ അല്ലിപ്പൂവേ. ഇത് അദ്ദേഹം സംഗീതം കൊടുത്ത പാട്ടാണ്. ഞാനിന്ന് ബ്രിഞ്ചോള് കൊണ്ടുള്ള 2 ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ബ്രിഞ്ചോള് ഒരുപാട് ന്യൂട്രീഷ്യസ് ആണ്. അതുപോലെ തന്നെ അതോടൊപ്പം സബോളയും ചേർത്ത്. അതുപോലെ തന്നെ സബോളയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. അതായത് ഈ നമ്മളുടെ സ്റ്റൊമക്കിലെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ അൺവാണ്ടഡ് മൈക്രോ ഓർഗാനിസം, ദറ്റ് ഈസ് ബാക്ടീരിയ ഒക്കെ എലിമിനേറ്റ് ചെയ്യാനുള്ള കഴിവ് സബോളയ്ക്കുണ്ട്. അതിന് ഉദാഹരണമായിട്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് രോഗം പടർന്നു പിടിച്ചപ്പോൾ അടുത്തുള്ള ആളുകൾക്കെല്ലാം രോഗം ബാധിച്ചു. പക്ഷെ ഒരു വീട്ടില് അവർക്ക് രോഗം വന്നില്ല. ആ ഒരു രോഗാണുവിന്റെ അത് അവർക്ക് ഉണ്ടായില്ല. അപ്പൊ അതെന്താന്ന് നോക്കിയപ്പോ അവരവരുടെ മുറികളിലൊക്കെ സബോള മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവര് രാത്രി അത് മുറിച്ച് വെച്ചിട്ട് കിടക്കും. നേരം വെളുക്കുമ്പോഴത്തേക്ക് അത് മുഴുവൻ കറുത്തിരിക്കും. കറുത്ത അണുക്കളെ മുഴുവൻ സബോള വലിച്ചെടുക്കും. അപ്പൊ അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സബോള കട്ട് ചെയ്ത് എളുപ്പത്തിന് വേണ്ടി ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ പോലും വെക്കരുത്. വെൻ യു ആർ കുക്കിംഗ് അറ്റ് ദ ടൈമിൽ അതങ്ങോട്ട് കട്ട് ചെയ്യുക, കുക്ക് ചെയ്യുക. അതർവൈസ് ഇത് അബ്സോർബ് ചെയ്യും, മൈക്രോ ഓർഗാനിസത്തിനെ എല്ലാം അബ്സോർബ് ചെയ്യും. അത് നമുക്ക് കുഴപ്പമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് സബോള യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ആ സമയത്ത് അത് കട്ട് ചെയ്ത് യൂസ് ചെയ്യും. ഇനി ബ്രിഞ്ചോൾ ആണെങ്കിലും ഒരുപാട് വൈറ്റമിൻ മിനറൽസ് റിച്ച് ആണ്. അതുപോലെ അതിനകത്ത് ഈ ആന്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളം ഉണ്ട്. ഡയബറ്റിക്സുകാർക്കൊക്കെ വളരെ നല്ലതാണ് അത്. അപ്പൊ ഞാൻ അത് വെച്ചുള്ള 2 ഐറ്റങ്ങൾ ഇതിന് മുൻപ് ഞാൻ ബ്രിഞ്ചോൾ വെച്ച് കാണിച്ചിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായിട്ടുള്ള 2 കാര്യങ്ങളാണ് കാണിക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാം, സ്കിപ്പ് ചെയ്യരുത്. കാരണം എങ്കിലേ അതിൽ എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുള്ളൂ. ഒരറിവും ചെറുതല്ലല്ലോ, എല്ലാ അറിവുകളും നമുക്ക് വിലപ്പെട്ടതല്ലേ. ഇന്ന് ബ്രിഞ്ചോൾ വെച്ചുള്ള 2 വിഭവങ്ങളാണ്. ഞാൻ പല വിഭവങ്ങളും ബ്രിഞ്ചോൾ കൊണ്ട് ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള 2 ഐറ്റമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ബ്രിഞ്ചോൾ എന്ന് പറഞ്ഞാൽ ധാരാളം ന്യൂട്രിയൻസ് ഉള്ള ഒരു വെജിറ്റബിൾ ആണ്. ഇത് ആക്ച്വലി ഫ്രൂട്ടാണ്. വെജിറ്റബിളിന്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നേ ഉള്ളൂ. വിറ്റാമിൻ സമ്പുഷ്ടമാണ്, മിനറൽസ് ധാരാളം ഉള്ളതുമാണ്. ഞാൻ ഈ കോഴ്സ് ഇത് ചെയ്യുന്ന ആ സമയത്ത് ഞാൻ ഇതിന്റെ ബാക്കിയുള്ള ന്യൂട്രീഷണൽ വാല്യൂ പറഞ്ഞു തരാം. ഇത് ഈ കറിക്ക് നമ്മൾ പറഞ്ഞ ബ്രിഞ്ചോൾ പൊരിച്ച കറി എന്നാണ്. ഇത് ഇങ്ങനെ കഷ്ണങ്ങൾ ചെറുതായിട്ട് ബ്രിഞ്ചോൾ അരിഞ്ഞെടുക്കുക ആദ്യം. എന്നിട്ട് ഇത് എണ്ണയിലൊന്ന് നമ്മൾ വറുത്തെടുക്കും. അതുകൊണ്ടാണ് പൊരിച്ച കറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സബോള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് ഈ കറി വെക്കുന്നത്. ഈ ബ്രിഞ്ചോൾ കഴുകിയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടു. 1 ടീസ്പൂൺ അളവിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ട് ഞാൻ കൈ കൊണ്ട് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് പെരട്ടി നമ്മളൊരു 10-15 മിനിറ്റ് വെക്കുക. വെച്ചിട്ട് നമ്മൾ എണ്ണയിൽ ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതുകൊണ്ടാണ് പൊരിച്ച കറി ഇതിന് പറയുന്നത്. ഈ വഴുതനങ്ങ ഒന്ന് വറുത്തെടുക്കാൻ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഒരുപാട് വേണ്ട. ഇതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കാരണം ഒരു വഴുവഴുപ്പുള്ളത് അങ്ങ് മാറി നമുക്ക് നല്ല കുറച്ച് സ്ട്രോങ് ആയിട്ട് മാറുക കഷ്ണങ്ങളെ. അതിനുകൊണ്ടാണ് നമ്മൾ ഇത്രയും എണ്ണ വെച്ചിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിത് കുറേശ്ശെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ അങ്ങ് എടുത്തിട്ടാൽ മതി. നമ്മളിങ്ങനെ എണ്ണയിലോട്ട് ഇട്ട് അങ്ങ് മൂപ്പിക്കാൻ പോകും. കൂടുതലുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് മൂപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ഒരുപാട് അങ്ങ് മൂപ്പിക്കുകയൊന്നും വേണ്ട. നമ്മളൊരു ചെറുതായിട്ടൊന്ന് ചൂടാക്കി മൂപ്പിച്ചെടുക്കുക, ഒന്ന് ഡ്രൈ ആകുന്നിടം വരെ, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ആകുമ്പോ എടുക്കാം. കറുമുറാന്നാക്കണ്ട. ഈ ഒരു ഇതാകുമ്പോ എടുക്കാം. വറ്റല് പോലൊന്നും ആക്കണ്ടെന്നാ പറഞ്ഞത്. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവോള അരിഞ്ഞു വെച്ചതും കൂടെ ഇട്ട് അങ്ങോട്ട് മൂപ്പിച്ചിങ്ങെടുക്കാം. അത് ഈ പറഞ്ഞാൽ ഒരുപാട് അങ്ങ് മൂക്കണ്ട, ഒരുമാതിരി മൂപ്പിച്ചെടുത്താൽ മതി. ഇപ്പൊ നമ്മൾ വഴുതനങ്ങയും അതുപോലെ തന്നെ സവോളയും ആ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്.
അപ്പൊ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അതുകൊണ്ടാണ് ഇത് പൊരിച്ചു കറി എന്ന് പറയുന്നത്. ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നതുകൊണ്ടാണ്, എണ്ണയിലിട്ടേ. അപ്പൊ ഇനി നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സിങ്ങിലോട്ട് പോവുകയാണ്. ഇത് ഞാൻ ഈ വഴുതനങ്ങ വഴറ്റിയതും സ്വല്പം എണ്ണ കാണും, കുഴപ്പമില്ല. എണ്ണയോടുകൂടി കുറച്ചേ ഉള്ളൂ, അതങ്ങ് ഇട്ടാൽ മതി, അതാണ് ടേസ്റ്റ്. പിന്നെ ഈ സബോളയും ഞാൻ ഇങ്ങോട്ട് ഇട്ടു. ഇനി നമ്മൾ ഇത് സ്വല്പം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കും. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ പുളി പിഴിഞ്ഞൊഴിക്കും ഇതിലേക്ക്. നമ്മൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ നാളികേരം ഇടാൻ പോകുന്നു. ഇട്ടിട്ട് അത് വറുത്തെടുക്കും. ഈ പുളി ഒഴിച്ചിട്ടില്ല, അത് തിളച്ച് കഴിയുമ്പോൾ പുളി ഒഴിക്കും. അതിനകം ഇതും കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് ഞാൻ ചെയ്യുകയാണ്. ഈ ബ്രിഞ്ചോളും സബോളയും കൂടെ വഴറ്റി ഇട്ടതിനകത്തേക്ക് നമ്മളിതാ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് ഞാൻ അത് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കുവാണ്. അത് മതി, എത്രയും പുളി മതി. അപ്പൊ ഇത് തിളയ്ക്കും. ആ സമയം കൊണ്ട് തേങ്ങ അവിടെ വറുത്തോണ്ടും ഇരിക്കുന്നു. ഞാനിതിലേക്ക് സ്വല്പം കരിവേപ്പില ഇടുന്നുണ്ട്, കാരണം കരിവേപ്പിലയും കൂടെ കിടന്നങ്ങ് വെന്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ കീറി ഇടുന്നുണ്ട്. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലൊക്കെ, ഞാനിപ്പോൾ 2 എണ്ണം ഇട്ടുള്ളൂ, കാരണം ഇനി മുളക് പൊടിയൊക്കെ ചേരേണ്ടതാണ്. ഓൾറെഡി വഴുതനങ്ങയിൽ കുറച്ച് മുളക് പൊടി ഇട്ടു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇതിലിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് കൂടി ഇടുന്നുണ്ട്, കാരണം ഞാൻ ഓൾറെഡി പച്ചമുളക് 2 എണ്ണം ചേർത്തില്ല, അപ്പം നല്ല എരിവ് വരും. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അതൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ഞാനൊരു സ്വല്പം പെരിഞ്ചീരകവും കൂടി ഇടുന്നുണ്ട്. ഞാൻ കഴുകി ഇട്ടത് കൊണ്ടാണ് ആ കളർ പോലെ തോന്നിയത്. അതൊരു പ്രത്യേക സ്വാദ് ഈ കറിക്ക് നൽകും കേട്ടോ. അതുകൂടി ഇട്ട് വേണം ചൂടാക്കിയിട്ട് അരച്ചെടുക്കാനായിട്ട്. അരച്ച നാളികേരം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നു. ഇത് തിളച്ചിരിക്കുന്നു, കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാം. നമുക്ക് യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാം, കേടാവൂല. കാരണം അതിനാണ് നമ്മൾ ഈ എണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. ഇത് 2-3 ദിവസം വരെ കേടാകാതിരിക്കുന്ന കറിയാണ്. പിന്നെ മല്ലി ചേർത്തിട്ടില്ല, അതാണ് പ്രധാന കാരണം. മല്ലി ചേർത്താൽ വളിക്കും, അതാണ്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ മല്ലി ചേർക്കാം, അപ്പൊ വേറൊരു സ്വാദായി വരും. ഞാനിപ്പോൾ ഇതിൽ പെരിഞ്ചീരകം ചേർത്തു. ഇതിങ്ങനെ ഞാൻ പല സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട്. 3 ദിവസം വരെ ഇരിക്കും ഇത്. ബൈങ്കൺ ഭാജ എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വെരി സിമ്പിളാണ്. ഇങ്ങനെ നമ്മൾ വട്ടത്തിൽ മുറിച്ചെടുക്കുക വഴുതനങ്ങ. അതായത് വയലറ്റ് വഴുതനങ്ങ കൊണ്ടാണ് ചെയ്യുന്നത്. വെള്ള ആനക്കൊമ്പൻ വഴുതനങ്ങ എന്ന് പറയുന്നത് അത് പറ്റില്ല കേട്ടോ. ഇത് വട്ടത്തിൽ മുറിച്ചെടുത്ത് ആണ് ചെയ്യുന്നത്. അപ്പോൾ ബൈങ്കൺ ഭാജയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൽ സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി ഇത് കുഴച്ചൊരു പേസ്റ്റ് പോലെ ആക്കി നമ്മൾ എടുക്കാൻ പോകുന്നു. ഇത് കലക്കിയെടുത്തു മാവ്. ഇനി നമ്മൾ ഇത് മുക്കിയിട്ട് അതിൽ മുക്കി തവയിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് എടുക്കുക, അത്രേ ഉള്ളൂ. ഇത് കടലമാവില്ലാതെ വെറും മസാലയ്ക്കകത്ത് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇതൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞാനത് ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ ഒരു കഷ്ണം ഇതിൽ മുക്കി എടുത്തിട്ട് ഇങ്ങനെ ദോശക്കല്ലി വെച്ച് ഇങ്ങനെ എടുക്കുക. കുറച്ച് എണ്ണ മുകളിൽ ഒഴിക്കണം, എന്നിട്ട് മൊരിച്ച് ഇങ്ങോട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. അത് കടലമാവിലല്ലാതെ നമുക്ക് വെറുതെ മസാലപ്പൊടിയിലും നമുക്ക് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തു. ഇതൊരു ഈവനിങ് സ്നാക്സ് പോലെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അന്നേരം, അതുകൊണ്ടാണ്. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം നമുക്ക്, അതിനൊന്നും കുഴപ്പമില്ല. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ആ ഓയിലിൽ കിടന്ന് അങ്ങോട്ട് മൊരിഞ്ഞോളും. സൈഡിൽ ഒഴിച്ചു കൊടുത്താലും മതി, സൈഡിലും ഒഴിക്കാം മുകളിലും ഒഴിക്കാം, കുഴപ്പമില്ല. അത് മൊരിഞ്ഞ് ഇളം തീയിൽ ഇങ്ങനെ വെച്ച് തിരിച്ച് മറിച്ച് വിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക, ഒരു 2-3 മിനിറ്റ്. അപ്പോൾ അത് അകം നന്നായിട്ട് വേവും. എന്നിട്ട് നമ്മൾ എടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം, വെന്തിട്ടുണ്ടാവും. അത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഞാനിത് എടുക്കാൻ പോവാണ് പ്ലേറ്റിലേക്ക് കേട്ടോ. ഇത്രയും മതി, ഇത്രയും മൂത്താൽ മതി. ഇത് ഈ പൊരിച്ച കറി എന്ന് പറയുന്ന കൂട്ടാനാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്. ഇത് ബൈങ്കൺ ഭാജ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ കടലമാവിന് പകരം വെറും മസാല ചേർത്ത് കൊണ്ടാകാം. വീട്ടിൽ കടലമാവില്ലെങ്കിലും കുഴപ്പമില്ല, മൈദ വേണ്ട കേട്ടോ. അതിന് പകരം വെറുതെ മസാല എന്തെങ്കിലും ചേർത്ത് ഉണ്ടാക്കാം. ഇത് രണ്ടും ചോറിനോടൊപ്പവും കഴിക്കാം, അല്ല ചപ്പാത്തിയുടെ കൂടെ ആണേലും പറ്റും, അങ്ങനെയും കഴിക്കാം. ബ്രിഞ്ചോളിനെ കുറിച്ച് നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ് പലരും ആ കറിയൊക്കെ വെക്കാത്തത്. കാരണം ബ്രിഞ്ചോള് റിച്ച് ഓഫ് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ B1, B2, B6, C, E, A ഇതെല്ലാം ഇതിലുണ്ട്.
മാത്രമല്ല ഇതിന് പിന്നെ ഡയബറ്റിക്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം ഇതിനകത്ത് ഷുഗർ കണ്ടന്റ് കുറവാണ്. ഇതൊരു ഫ്രൂട്ടാണ്. ഈവൻ ദോ ഇറ്റ് ഈസ് എ ഫ്രൂട്ട്, ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ വെജിറ്റബിൾ. അതുകൊണ്ട് അതിനകത്ത് ഷുഗർ കണ്ടന്റ് കുറവാണ്. ഡയബറ്റിക്സിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് അത് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇവിടെ ഞാൻ കുറച്ച് എണ്ണ, ചെറിയതായിട്ട് എണ്ണ ഒഴിച്ചാണ് അത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എണ്ണയുടെ ആ ദോഷവും ഇവിടെ വരുന്നില്ല വലുതായിട്ട്. പിന്നെ സിങ്ക്, അയൺ ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റുകൾ എഴുതണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും വേണം. എത്രയും പെട്ടെന്ന് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും.